ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 ജൂലൈ 9 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത്. ദ നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് 1875 ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. ബോംബെയിലെ കോട്ടൺ കിങ് എന്നറിയപ്പെടുന്ന പ്രേംചന്ദ് റോയ്ചന്ദാണ് ഇതിൻ്റെ സ്ഥാപകൻ. 1957 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന പേരിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയപ്പെടാൻ തുടങ്ങിയത്. മുംബൈയിലെ ദലാൽ സ്ട്രീറ്റ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സൂചികയാണ് സെൻസെക്സ്. സെൻസെക്സിൻ്റെ പൂർണ്ണരൂപം സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ്. പ്രധാനപ്പെട്ട 30 കമ്പനികളുടെ ഓഹരികളുടെ പ്രകടനമാണ് സെൻസെക്സ് വഴി സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്നത് സെബിയാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1988 സെബി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നില്ല. എന്നാൽ 1992 സെബി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി മാറി. ഫിറോസ് ജിജിബോയ് ടവർ എന്നാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാന മന്ദിരത്തെ അറിയപ്പെടുന്നത്. ഇതിന് 29 നിലകളുണ്ട്. 5800-ലധികം കമ്പനികൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദിവസവും 9000 കോടി രൂപയുടെ വ്യാപാരം ഇവിടെ നടക്കുന്നു. 2017 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSEയിൽ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയായി മാറി. അങ്ങനെ ഓഹരി ഉടമകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാറി. 2480 രൂപയ്ക്ക് മുകളിലാണ് BSEയുടെ ഒരു ഓഹരിയുടെ വില. BSE സെൻസെക്സ് നിലവിൽ വരുന്നത് 1986